പശുക്കടവിൽ വൈദ്യുതക്കെണിയിൽ നിന്നും ഷോക്കേറ്റ് മരിച്ച ചൂളപ്പറമ്പിൽ ബോബിയുടെ മരണത്തിനു പിന്നാലെ കിടപ്പാടവും നഷ്ടമാവുന്ന അവസ്ഥയിലാണ് കുടുംബം. ഭർത്താവും 3 മക്കളും അടങ്ങുന്ന കുടുംബം നിലവിൽ ജപ്തി ഭീഷണിയിലാണ്. 100% വിജയം ഉറപ്പു നൽകുന്നു. ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ. നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ. മഹാരാജാസ് കോളേജ്, പച്ചക്കറിമുക്ക്, മേപ്പയിൽ, വടകര. വൈദ്യുതക്കെണിയിൽ നിന്നും ഷോക്കേറ്റ് മരിച്ച പശുക്കടവിലെ ചൂളപ്പറമ്പിൽ ബോബിയുടെ 3 മക്കൾ അമ്മയ്ക്ക് പിന്നാലെ കിടപ്പാടവും നഷ്ടമാവുന്ന അവസ്ഥയിലാണ്. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നെടുത്ത ഭവന വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയതോടെ കുറച്ചു ദിവസം മുൻപ് കമ്പനി ജീവനക്കാർ വീട്ടിലെത്തി ജപ്തി നോട്ടീസ് പതിച്ചു. കഴിഞ്ഞ 8-ാം തീയതി മുതൽ വീടും സ്വത്തും കമ്പനിയുടെ കൈവശമാണെന്നതാണ് നോട്ടീസിൽ പറയുന്നത്. അതായത് ഏത് സമയവും വീടൊഴിയേണ്ടി വന്നേക്കാം. പുറത്തു ജോലിക്ക് പോകുന്ന അച്ഛൻ ഷിജു എപ്പോഴെങ്കിലുമാണ് വീട്ടിൽ വരിക. അച്ഛനില്ലാത്തപ്പോഴും വന്യമൃഗങ്ങളുടെ ശല്യം, മഴക്കാലത്ത് ഉരുൾപൊട്ടൽ ഭീഷണി, മണ്ണിടിച്ചിൽ ഇവയൊക്കെ അതിജീവിക്കാൻ 3 മക്കൾക്കും ധൈര്യം നൽകിയത് അമ്മയായിരുന്നു. എന്നാൽ ആ തണലും നഷ്ടമായി. പശുവിനെ പോറ്റിയും ആടിനെ വളർത്തിയും മറ്റു ജോലികളും ചെയ്താണ് ബോബി മക്കളെ വളർത്തിയത്. ഷിജുവിന്റെയും ബോബിയുടെയും പേരിലാണ് 2.5 ലക്ഷം രൂപ മഹീന്ദ്ര ഹോം ഫിനാൻസിൽ നിന്നും വീട് വയ്ക്കാനായി ലോൺ എടുത്തിരുന്നത്. അത് 2,90,000 രൂപയോളം തിരിച്ചടച്ചിരുന്നുവെന്ന് ഷിജു പറഞ്ഞു. മഹീന്ദ്ര ഫൈനാൻസിൽ നിന്ന്, ഹൗസിംഗ് ഫൈനാൻസിൽ നിന്ന് ഒരു 2.5 ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നു. അത് 2,90,000 ഞാൻ തിരിച്ചടച്ചതാണ്. പിന്നെ എനിക്കൊരു ആക്സിഡന്റ് പറ്റി, ഗൾഫിൽ പോയി കുടുങ്ങി. അങ്ങനെ അടവ് മുടങ്ങി അവരിപ്പോൾ പറയുന്നത് 5 ലക്ഷം രൂപയും കൂടെ അടക്കണം എന്നും പറഞ്ഞ് ജപ്തി നോട്ടീസ് ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അപകടം പറ്റി ഷിജു കിടപ്പിലായതാണ് ജപ്തിയിലേക്ക് നയിച്ചത്. വീടുണ്ടായാൽ പോലും വനാതിർത്തിയിലെ ഒറ്റപ്പെട്ട വീട്ടിൽ മക്കൾ എങ്ങനെ കഴിയുമെന്നത് നാട്ടുകാരെയും ബന്ധുക്കളെയും ആശങ്കയിലാഴ്ത്തുന്നു. കുടുംബത്തെ സഹായിക്കാനായി പശുക്കടവിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ യോഗം നടത്തി. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര.